ലിദിയാസ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കറിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു കുക്കർ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. സവോള നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു 5 ഗ്ലാസ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസ് അരിക്ക് ഞാൻ ഇവിടെ 5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 2-3 തണ്ട് കറിവേപ്പിലയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് മട്ടയരി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വച്ചിട്ടുണ്ട്. തേങ്ങാച്ചോറിന് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ മട്ടയരി കൊണ്ടുണ്ടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വച്ച് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴഞ്ഞൊന്നും പോവാത്ത നല്ല തേങ്ങാച്ചോറോട് റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.